So today we will be discussing from the remaining portion of last class. Directing in the elements തൊട്ടായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. And after that we will be starting with the topic controlling. So the first topic is elements of direction. Page number 2.33. So elements of direction, the first element is supervision. So supervision is the important part of directing function. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെക്കൻഡ് സെന്റൻസ് ഇറ്റ് റെഫേഴ്സ് ടു ദ ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിനെ ഗൈഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇൻ ഓർഡർ ടു പെർഫോം ദെയർ ടാസ്ക്, അതിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർവിഷനിലൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് അഷ്യൂർസ് ദാറ്റ് ദ വർക്ക് ഈസ് ബീൻ ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലാൻ ആൻഡ് ദി ഇൻസ്ട്രക്ഷൻ. നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരവും നമ്മൾ സുപ്പീരിയർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം സബോർഡിനേറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്നതിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. And through effective supervision we can ensure that the output greater output കിട്ടുന്നുവെന്നും ആ ഔട്ട്പുട്ട് ഹൈ ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. Then moving to the second element of direction, that is motivation. Again in that page towards the end പറയുന്നുണ്ട്, first sentence is very important. Motivation is the act of stimulating individual to get a desired course of action. ഒരു സ്ഥാപനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മാനേജർ ഓർ ദ സുപ്പീരിയർ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ഡിസൈഡ് കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കും. ആ ഡിസൈഡ് കോഴ്സ് ഓഫ് ആക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽസിനെ ആൾക്കാരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതിലേക്ക് ആ ആക്ഷൻ നടത്താൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഹയർ മോട്ടിവേഷൻ ലീഡ്സ് ടു ഹൈ ജോബ് സാറ്റിസ്ഫാക്ഷൻ. മോട്ടിവേറ്റഡ് ആയ എംപ്ലോയീസ് ആകുമ്പോൾ അവർ കൂടുതൽ അവർ ചെയ്യുന്ന ജോലിനോടും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതിനനുസരിച്ച് ദേ മേക്ക് ദം മോർ കമ്മിറ്റഡ് ടു ദ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ടും കമ്മിറ്റഡ് ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് ഫസ്റ്റ് സെന്റൻസ് ആൻഡ് ദി സെക്കൻഡ് സെന്റൻസ് മാർക്ക് ചെയ്യുക. ഇനി പേജ് നമ്പർ 2.34 നെക്സ്റ്റ് പേജിൽ ലീഡർഷിപ്പ്, അടുത്തത് ലീഡർഷിപ്പ്, അടുത്ത എലമെന്റ്. സെക്കൻഡ് സെന്റൻസ് and third sentence mark here. Leadership is the process of influencing the behavior of subordinate to work willingly for the achievement of the organizational goal. ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സബോർഡിനേറ്റ്സിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രീതി, അതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദി സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്. ഏത് തരത്തിലുള്ള ലീഡറാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ലീഡർഷിപ്പാണ് നിങ്ങൾ ഓൾറെഡി ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് ആണെന്നുള്ളത് ആ ഓർഗനൈസേഷന്റെ സക്സസിനെ വളരെയധികം ഡിറ്റർമൈൻ ചെയ്യുന്നു. ദ ലാസ്റ്റ് എലമെന്റ് ഓഫ് ഡയറക്ഷൻ ഇസ് കമ്മ്യൂണിക്കേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഓർഗനൈസേഷന്റെ സക്സസ് മാത്രമല്ല ഒരുപാട് കാലത്തേക്ക് തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ്. സോ സെക്കൻഡ് സെന്റൻസ്, കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് തേർഡ് സെന്റൻസ് ടെക്സ്റ്റ് ബുക്കിൽ communication refers to the exchange of ideas, feelings, emotions, knowledge and information between two or more persons. രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരെ തമ്മിലുള്ള ഇമോഷൻസ് ആവാം, ഇമോഷൻസിന്റെ എക്സ്ചേഞ്ച് ആവാം, ഫീലിങ്സ് ആവാം, ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം, നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കാം കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡയറക്ഷനിൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് എന്ന് പറയാൻ കാര്യം
നാലാമത്തെ സെന്റൻസിൽ പറയുന്ന പോലെ മാനേജർ ടെൽസ് സബോർഡിനേറ്റ്സ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് വെൻ ടു ഡു. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് മാനേജർ കൃത്യമായി സബോർഡിനേറ്റ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് വളരെയധികം ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി എലമെന്റ്സ് ഓഫ് ഡയറക്ഷൻ. മൂവിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡയറക്ഷൻ. ഒരു ഡയറക്റ്റിംഗ് പ്രോസസ്സിൽ ഒരു മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്പർ 1, ആൾക്കാർക്ക് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും കൊടുക്കുക. ആർക്കായിരിക്കും ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്? സബോർഡിനേറ്റ്സിന്. കൃത്യസമയത്ത് സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും കൊടുക്കുമ്പോൾ ഓർഗനൈസേഷൻ വളരെയധികം നല്ല രീതിയിൽ നടന്നു പോകും. സെക്കൻഡ് വൺ, കണ്ടിന്യൂയിങ് ഗൈഡൻസ് ആൻഡ് സൂപ്പർവിഷൻ. കുറേ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അവർ ചെയ്യട്ടെ എന്ന് കരുതി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക മാത്രമല്ല, വി ഹാവ് ടു ആക്ട് ആസ് എ ഗൈഡ് ആൻഡ് സൂപ്പർവൈസ് ദം. അവർ ചെയ്യുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് വേണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തേർഡ് എലമെന്റ് ഇസ് മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ എംപ്ലോയീസ് എല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് സ്മൂത്ത്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യുന്നതും ഈ ഫംഗ്ഷന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ഇസ് റിവാർഡിങ് വെൽ പെർഫോമൻസ് അല്ലെങ്കിൽ വെൽ പെർഫോമേഴ്സ്. നന്നായി വർക്ക് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള റിവാർഡ് പ്രൊവൈഡ് ചെയ്യുക. അത് മോണിറ്ററി ആയിരിക്കാം അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം. നെക്സ്റ്റ് ഇസ് ഇൻസ്പയറിംഗ് ദ സബോർഡിനേറ്റ്സ്. ആൾക്കാരെ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു സുപ്പീരിയർ ആയിട്ട് മാറുക. ഇത്രയാണ് ഡയറക്റ്റിങ്ങിനകത്ത് അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യാനായിട്ട് ഒരു മാനേജർ ചെയ്യേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി ടോപ്പിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ സ്പീക്സ് ദാറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് കോംപ്ലക്സ് ഫംഗ്ഷനാണ്. ഒരു നമ്മൾ പ്ലാനിങ് തൊട്ട് കൺട്രോളിങ് വരെ പഠിക്കുന്നതിൽ ഏറ്റവും കോംപ്ലക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു വെഹിക്കിളോ അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കലായ ഒരു കാര്യത്തില്ല, മനുഷ്യരെയാണ് ഡയറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കോംപ്ലക്സുമാണ്. കാരണം പല ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പല വ്യക്തികൾ പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ ഡയറക്ഷൻ വിൽ ബി എ ഗുഡ് തിങ്. ഫസ്റ്റ് വൺ ഇസ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. ഒരു വ്യക്തിക്ക് മാക്സിമം ഒരു സ്ഥാപനത്തെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. സോ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? സബോർഡിനേറ്റ്സ് അവരുടെ മാക്സിമം ചെയ്യുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന്റെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് സബ്ജക്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് കാണും. ചിലർ എൻജോയ് ചെയ്യാനായിരിക്കും വരുന്നത്, ചിലർ ടൈം പാസിനായിരിക്കും വരുന്നത്, ചിലർ മോസ്റ്റ്ലി എല്ലാവരും വരുന്നത് ഒരു റെമ്യൂണറേഷൻ ശമ്പളത്തിന് വേണ്ടിയായിരിക്കും ജോലിക്ക് വരുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഇൻഡിവിജ്വലിന്റെ ഒബ്ജക്റ്റീവ്. എന്നാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവർക്ക് സ്വന്തമായ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾ തീരുമാനിക്കുന്ന ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് എന്തിനോട് ചേർന്ന് പോകണം അല്ലെങ്കിൽ എന്തുമായി ഹാർമണൈസ് ചെയ്ത് പോകണം, ഒത്തൊരുമിച്ച് പോകണം, ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവുമായി ഒരുമിച്ച് പോകണം. അപ്പോൾ പേഴ്സൺസ് ജോയിൻ ഇൻ ദ ഓർഗനൈസേഷൻ സാറ്റിസ്ഫൈ ദ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ്, വേറാസ് ഓർഗനൈസേഷൻ എക്സ്പെക്ട് ടു get the best out of the employees. അപ്പോൾ ലാസ്റ്റ് സെന്റൻസ്, മാനേജ്മെന്റ് ഷുഡ് റെക്കൺസിൽ ദ പേഴ്സണൽ ഗോൾസ് ഓഫ് എംപ്ലോയീസ്. ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ഗോൾസിനെ ഓർഗനൈസേഷന്റെ ഗോൾസുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ മാനേജ്മെന്റ് ശ്രമിക്കണം. ദ തേർഡ് പ്രിൻസിപ്പിൾ ഇസ് എഫിഷ്യൻസി ഓഫ് ഡയറക്ഷൻ. ഓരോ മാനേജേഴ്സും ഓരോരോ ഡയറക്ഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കും. പക്ഷെ അത് അപ്രോപ്രിയേറ്റ് ആവുകയും അതായത് വളരെ കൃത്യമാവുകയും എഫിഷ്യൻ്റ് ആവുകയും ചെയ്യുന്നത് when it is suitable to the superior, subordinate and to the situation. നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷന് അത് യൂസ്ഫുൾ മീൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതിനെയാണ് എഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒന്ന് സുപ്പീരിയർ എങ്ങനെയാണ്, സബോർഡിനേറ്റ് ആൻഡ് ദ സിറ്റുവേഷൻ.
ദെൻ നാലാമത്തെ പോയിന്റ് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ഓർ ഡയറക്ഷൻ. ഇത് നേരത്തെ നമ്മൾ നോക്കിയ പോയിന്റ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ്, വൺ മാസ്റ്റർ ഫോർ വൺ സബോർഡിനേറ്റ്. എ പേഴ്സൺ ഇൻ an organization should get instructions and orders only from one superior and should be responsible only to that superior. ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്താൽ മതി. ഡ്യുവൽ സബോർഡിനേഷൻ ഒഴിവാക്കണം. ഒരേ സമയം ഒന്നിൽ കൂടുതൽ മാനേജേഴ്സിന്റെ കീഴിൽ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് സൂപ്പർവിഷൻ. മാനേജേഴ്സിന് പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാവണം. First sentence, managers to have direct and personal contact with their subordinate as direction involves motivating the subordinates. സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതും കൂടി ഡയറക്റ്റിംഗ് വരുന്നതായതുകൊണ്ട് മാക്സിമം നല്ല പേഴ്സണൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പേഴ്സണൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇറ്റ് മേക്സ് ദ എംപ്ലോയർ മോർ ഹാപ്പി. നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ, മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ. സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഹെവിലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആര് തമ്മിലുള്ള സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം ആ ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവും. സോ ത്രൂ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് എന്ന് വെച്ചാൽ സുപ്പീരിയർ താഴോട്ടുള്ള ലെവൽസിലോട്ട് സബോർഡിനേറ്റ്സിനോട് നടത്തുന്ന കമ്മീഷൻ. എ സുപ്പീരിയർ passes information to his subordinates and through upward communication he gets information about their work and performance. So that is about the managerial communication. നെക്സ്റ്റ് ഇസ് യൂസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഒരു സ്ഥാപനത്തിനകത്ത് മാനേജർ സുപ്പീരിയർ സബോർഡിനേറ്റ് എന്നതിലുപരി ഇൻഫോർമലി ക്ലബിലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമൽ ഗ്യാതറിങ്ങിലൂടെയും മാനേജർക്ക് ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസുമായിട്ട് ഓർ സബോർഡിനേറ്റ്സുമായിട്ട് റിലേഷൻഷിപ്പ് വേണം. മാനേജർ ഷുഡ് ഓൾസോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മേക്ക് യൂസ് ഓഫ് ദി ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ടു സ്ട്രെങ്തൻ ദ ഒഫീഷ്യൽ റിലേഷൻഷിപ്പ്. ഒരു ഓഫീസിനകത്തുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്ത് ആവുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആവുന്നത് when the manager understand more about them and have informal groups. So this will improve the effectiveness of direction. അപ്പോൾ ഇതിലൂടെ ഡയറക്ഷന്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് അപ്രോപ്രിയേറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സ്ഥാപനത്തിലും എല്ലാ സാഹചര്യത്തിലും പറ്റുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലൊന്നുമില്ല. ഓരോ മാനേജർക്കും അവരവരുടേതായ ലീഡർഷിപ്പ് സ്റ്റൈല് ആ ഓർഗനൈസേഷനിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് മോട്ടിവേഷണൽ ടെക്നിക്. എന്ത് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ എന്തിലൂടെയാണ് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ചില സ്ഥലത്ത് സ്റ്റാറ്റസ്, നല്ലൊരു സ്റ്റാറ്റസ് കിട്ടും അവർക്ക് സൊസൈറ്റിയിൽ. ചില സ്ഥലത്ത് പ്രൊമോഷനിലൂടെ ആയിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നത് മണി അല്ലെങ്കിൽ മോണിറ്ററി ടേംസിലൂടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഏത് ടെക്നിക്ക് ഉപയോഗിച്ച് വേണം ആൾക്കാരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്നതാണ് ഒരു പ്രിൻസിപ്പിളാണ് യൂസ് ഓഫ് മോട്ടിവേഷണൽ ടെക്നിക്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഫോളോ അപ്പ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഗൈഡ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്താൽ പോരാ. ദർ ഷുഡ് ബി കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് വിച്ച് ഇസ് വെരി മച്ച് നെസസറി ഫോർ ഫ്യൂച്ചർ മോഡിഫിക്കേഷൻസ്. ഭാവിയിൽ നടത്തുന്ന പ്രോഗ്രാംസിന് കൂടുതൽ സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. Then next we are moving on to the nature of direction or characteristics or features of direction. First one is directing is a pervasive activity. The first sentence, it is performed at all levels of management and in all types of organization. ഏത് തരം ഓർഗനൈസേഷൻ ആയാലും എല്ലാ ലെവൽസിലും ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. അതുകൊണ്ടാണ് അതിന് പെർവാസീവ് എല്ലായിടത്തും ഉള്ളത് കൊണ്ട്. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോഴേ പറഞ്ഞു ഒരു മാനേജറിന്റെ ലൈഫ് മീൻസ് ഒഫീഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായി സ്ഥിരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എ മാനേജർ നീഡ്സ് ടു ഗിവ് ഓർഡർ ടു ഹിസ് സബോർഡിനേറ്റ്സ്, മോട്ടിവേറ്റ് ദം, ലീഡ് ദം ആൻഡ് ഗൈഡ് ദം ഓൺ എ റെഗുലർ ബേസിസ്. ലാസ്റ്റ് സെന്റൻസ്, ഇത് സ്ഥിരമായി ചെയ്യണം, ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിർത്തേണ്ട ഒരു കാര്യമല്ല. നെക്സ്റ്റ് ഇസ് ഡയറക്റ്റിംഗ് ബിഗിൻസ് അറ്റ് ദ ടോപ്പ് ലെവൽ. ഒരു ഓർഗനൈസേഷനിൽ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ തുടങ്ങുന്നത് അവിടുത്തെ ടോപ്പ് ലെവലിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് ഫോളോസ് ടു ദി ബോട്ടം ത്രൂ ദ ഹൈറാർക്കി. ദാറ്റ് ഇസ് എവറി സബോർഡിനേറ്റ് ഇസ് ഡയറക്റ്റഡ് ബൈ ഹിസ് ഓൺ സുപ്പീരിയർ. എല്ലാ സബോർഡിനേറ്റും ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ സുപ്പീരിയർ വഴിയായിരിക്കും. നെക്സ്റ്റ് ഇസ് ഡയറക്റ്റിംഗ് ഇസ് എ ലിങ്കിങ് ആക്ടിവിറ്റി. ലിങ്കിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു കണക്റ്റിംഗ് ആക്ടിവിറ്റിയാണ്.
നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഏറ്റവും ലാസ്റ്റാണ് കൺട്രോളിങ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്ങിനെ കൺട്രോളിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡയറക്റ്റിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഇസ് എ ക്രിയേറ്റീവ് ആക്ടിവിറ്റി. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാൻ ശരിക്കും എംപ്ലോയീസിനെ കൊണ്ട് പെർഫോം ചെയ്ത് എടുപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഡയറക്റ്റിംഗ്. സോ വിത്തൗട്ട് ഡയറക്ഷൻ, ലാസ്റ്റ് സെന്റൻസ്, without direction, human factors in an organization becomes inactive. ആൾക്കാരൊന്നും ചെയ്യില്ല. ആൻഡ് ദ ഫിസിക്കൽ ഫാക്ടേഴ്സ്, അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അവിടെയുള്ള ഫിസിക്കൽ ഫാക്ടേഴ്സ്, അതായത് മെഷീനായാലും വാങ്ങി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഉപയോഗശൂന്യമായിട്ട് മാറിത്തീരും. So that is about the nature of direction. Next we are moving on to the importance or objectives or significance of direction. വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും മാർക്ക് ചെയ്യുക. ദ ഫസ്റ്റ് സെൻറ്റൻസ്, ആ ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓർ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ സെൻറ്റൻസ്. ഒരു മാനേജ്മെന്റ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇത്രയും പറഞ്ഞു. ഇതിൽ ആ അത്രയും പ്രോസസ്സിലെ ഹാർട്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഹൃദയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഒരു മാനേജ്മെന്റ് പ്രോസസ്സിലെ അത്രയും കോറായ ഒരു കാര്യമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഡയറക്ഷൻ ഈസ് റിഗാർഡ് ആസ് ദി ഹാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് പ്രോസസ്, ഓർ ഇറ്റ് ഈസ് ദി എസൻസ് ഓർ കീ എലമെന്റ് ഓഫ് മാനേജ്മെന്റ് പ്രോസസ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇറ്റ് ഇനിഷ്യേറ്റ്സ് ആക്ഷൻ, ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. Last sentence, the main objective of direction is to activate employees to work to achieve organizational goal. ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ആക്റ്റീവ് ആക്കി എടുക്കുക. നെക്സ്റ്റ് ഈസ്, പല ആൾക്കാർ ചെയ്യുന്ന എഫേർട്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. It aims to secure unity of action for achieving common objectives. At all levels, രണ്ടാമത്തെ സെന്റൻസ് തൊട്ട്, ഇറ്റ് എയിംസ് ടു സെക്യൂർ യൂണിറ്റി ഓഫ് ആക്ഷൻ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ, എന്തിനു വേണ്ടിയിട്ട്? ഫോർ അച്ചീവിങ് ദി കോമൺ ഒബ്ജക്റ്റീവ്സ്. സോ അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ദർ ആർ സബോർഡിനേറ്റ്സ്, എല്ലാ ലെവലിലും സബോർഡിനേറ്റ്സ് ഉണ്ട്. ആൻഡ് ദ വർക്ക് ഇൻട്രസ്റ്റഡ് ടു ദം ഇസ് ഇന്റർ റിലേറ്റഡ്, പരസ്പരം ബന്ധമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ അഫക്ട്സ് ദി പെർഫോമൻസ് ഓഫ് അതേഴ്സ്. ഒരു വ്യക്തി ചെയ്യുന്ന പെർഫോമൻസ് മറ്റുള്ളവരെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് ഇൻഡിവിജ്വൽ എഫേർട്സ് മസ്റ്റ് ബി ഇന്റഗ്രേറ്റഡ്, ഓരോ വ്യക്തിയുടേതും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവേണ്ടി വരും. തേർഡ് വൺ ഇസ് എ മീൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻസ്പയറിംഗ് ദി അതേഴ്സ് ടു ഡു ദ വർക്ക് അറ്റ് ദ ബെസ്റ്റ് എബിലിറ്റി. ആ ബാക്കിയുള്ളവരെ വർക്ക് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യിപ്പിക്കുക, in order to get the best out of them. So directing helps in motivating employees to contribute their maximum effort towards the achievement of organizational goals. രണ്ടാമത്തെ സെന്റൻസ് മാർക്ക് ചെയ്യുക. അതായത് ഡയറക്റ്റിംഗിലൂടെ നമുക്ക് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ മാക്സിമം എഫേർട്ട് അവർക്ക് ആ സ്ഥാപനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. Then next is, it provides stability and balance. ഡയറക്ഷൻ ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പഠിച്ചു സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, 4 എലമെന്റ് ഉള്ള. അപ്പോൾ ഡയറക്ഷൻ ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. ഇതെല്ലാം ഒരു സ്ഥാപനത്തിൽ ഒരു സ്റ്റേബിൾ ആയ രീതി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആസ് വെൽ ആസ് ദ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓൾസോ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ്. നമ്മൾ അപ്പോഴേ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിക്കുള്ള ഗോളും ആ ഓർഗനൈസേഷന്റെ ഗോളുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ അത് വളരെയധികം, അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷന്റെ ഗോളും ഇൻഡിവിജ്വലിന്റെ ഗോളും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അത് ഒരുപാട് സഹായിക്കും. നെക്സ്റ്റ് ഇസ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ചേഞ്ച്. എല്ലായ്പ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ആൾക്കാരൊക്കെ അതിനെ കൂടുതലും റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാര്യം, ഈ ഒരു പുതിയ മാറ്റം വന്നാൽ എൻ്റെ ജോലിക്ക് എന്തെങ്കിലും പറ്റുമോ, ഞാനിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യം എനിക്ക് വളരെ ടഫാകുമോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പം ചേഞ്ചസ് എല്ലായ്പ്പോഴും എംപ്ലോയീസ് പേടിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇവരെപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന വരിക.
ചേഞ്ചസ് ആർ ഓഫൺ റെസ്ട്രിക്റ്റഡ് ബൈ എംപ്ലോയീസ് ആസ് ദേ ഫിയർ ദാറ്റ് ഇറ്റ് മേ അഡ്വേഴ്സ്ലി എഫക്ട് ദം. അതായത് അവർക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നത്. ബട്ട് ഡയറക്ഷൻ ഫെസിലിറ്റേറ്റ്സ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഫസ്റ്റ് 3 സെന്റൻസ് മാർക്ക് ചെയ്യുക. ഡയറക്ഷനിലൂടെ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പ്രോപ്പർ ഡയറക്ഷൻ ബൈ മാനേജേഴ്സ് ക്യാൻ പെർസ്യൂ ദി എംപ്ലോയീസ് ടു അക്സെപ്റ്റ് ചേഞ്ചസ് ആൻഡ് ബ്രിങ് അബൌട്ട് ഇംപ്രൂവ്മെന്റ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ടോപ്പിക് ഡയറക്റ്റിംഗ്. നെക്സ്റ്റ് ഇസ് കൺട്രോളിംഗ്. മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ തുടങ്ങുന്ന ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്ലാനിങ് ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ കൺട്രോളിംഗ്. സോ അതുകൊണ്ട് തന്നെ വാട്ട് ഇസ് കൺട്രോളിംഗ്? കൺട്രോളിംഗ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ മാനേജർ അഷ്യൂർ ദാറ്റ് ദി ആക്ച്വൽ ആക്ടിവിറ്റീസ് ആൻഡ് റിസൾട്ട്സ്, നമുക്ക് ശരിക്കും കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യുന്ന ആക്ടിവിറ്റിയും റിസൾട്ട്സും പ്ലാനിനനുസരിച്ചാണോ എന്ന് നോക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് വി കോൾ ഇറ്റ് ബൈ ദ നെയിം കൺട്രോളിംഗ്. അപ്പൊ കൺട്രോളിംഗ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ മാനേജർ അഷ്യൂർ ദാറ്റ് ദി ആക്ച്വൽ ആക്ടിവിറ്റീസ്, നമ്മൾ ശരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി വെച്ചിരുന്ന പ്ലാൻ പ്രകാരമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് വിളിക്കുക. ദ ഫസ്റ്റ് പോയിന്റ്, അതായത് നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൽ പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫങ്ഷൻസിനെയും പോലെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് അങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസിനെ പോലെ കൺട്രോളിംഗ് ഈസ് ഓൾസോ എ മാനേജീരിയൽ ഫങ്ഷൻ which is performed by all managers. Then it is a forward looking function. അതായത് എല്ലായ്പ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ടായിരിക്കില്ല. നമ്മൾ ഒരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ എന്തൊക്കെ രീതിയിലൂടെ നമുക്കത് കറക്റ്റ് ചെയ്യാം, ഫ്യൂച്ചറിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ കൺട്രോളിങ് ടെക്നിക്കുകൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഡയറക്റ്റിംഗിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ ഞാൻ കൺട്രോൾ ചെയ്തു, അപ്പം ഇനി എല്ലാം കറക്റ്റായി നടന്നോളും എന്ന് കരുതി ഒരു മാനേജർക്ക് ഒരു തവണ ചെയ്തിട്ട് നിർത്തുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ജസ്റ്റ് ലൈക്ക് നമ്മൾ പഠിച്ച പ്ലാനിങ് ആയാലും ഓർഗനൈസിങ് ആയാലും സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് എല്ലാ ഫങ്ഷൻസും കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെയാണ് കൺട്രോളിങ്. ദെൻ ആക്ഷൻ ഈസ് ദി എസൻസ് ഓഫ് കൺട്രോൾ. വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് കൺട്രോളിന്റെ എസൻസ് എന്ന് പറയുന്ന ആക്ഷനാണ്. വെനെവർ ദ പെർഫോമൻസ് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു ദി പ്ലാൻ. നമ്മൾ പറഞ്ഞു കൺട്രോളിങ്ങിൽ നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചു, അതിനനുസരിച്ച് നമ്മൾ റിസോഴ്സസും കൊണ്ടുവന്നു, കാര്യങ്ങളെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തു, ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തു, സ്റ്റാഫിങ്ങിൽ സൂപ്പർവൈസ് ചെയ്യാൻ, ഡയറക്റ്റിങ്ങിൽ പറഞ്ഞ പോലെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ എന്താണോ ആദ്യത്തെ സ്റ്റെപ്പിൽ പ്ലാൻ ചെയ്തത് അതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. സോ വെനെവർ ദ പെർഫോമൻസ് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു ദി പ്ലാൻ, the manager has to take necessary steps. എന്തുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളെല്ലാം നടക്കാത്തത്? അതാണ് ഇവിടെ കറക്റ്റീവ് ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺട്രോളിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വി വിൽ മേക്ക് കറക്റ്റീവ് ആക്ഷൻസ് അറ്റ് ദ ആസ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ്. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ദെൻ അതോറിറ്റി. So an executive can control only when he has been delegated the necessary authority. ഒരു വ്യക്തിക്ക് അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ കൺട്രോൾ ഇസ് പോസിബിൾ only if the person controlling has authority for it. അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഇൻഫർമേഷൻ അബൌട്ട് ആക്ച്വൽസ്. ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ കംപ്ലീറ്റ്സ് മാനേജ്മെന്റ് പ്രോസസ്. അതായത് പ്ലാനിങ്ങിൽ തുടങ്ങുന്ന മാനേജ്മെന്റ് പ്രോസസ്സ് തീരുന്നത് കൺട്രോളിങ്ങിലൂടെയാണ്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് പ്രോസസ് ബിഗിൻസ് വിത്ത് പ്ലാനിങ് ആൻഡ് എൻഡ്സ് വിത്ത് കൺട്രോൾ. അപ്പൊ മാനേജ്മെന്റിന്റെ ഒരു പ്രോസസ്സ് തീരുന്നത് ഈ ഫംഗ്ഷനിലാണ്. ദെൻ റെഗുലേറ്ററി ഫംഗ്ഷൻ. എല്ലാവരെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആക്ഷൻസിലൂടെ നമ്മൾ ഫ്യൂച്ചറിൽ കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി വി യൂസ് ടു റെഗുലേറ്റ് ഓർ കൺട്രോൾ. അതുകൊണ്ടാണ് ഇതൊരു റെഗുലേറ്ററി ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ നേച്ചർ ഓർ ഫീച്ചേഴ്സ് ഓഫ് കൺട്രോൾ.
Next, we are moving on to the topic importance of controlling. The first importance is it helps in achieving the objectives. അതിനു മുന്നേ പേജ് നമ്പർ 2.39 the second sentence തൊട്ട് മാർക്ക് ചെയ്യാം. വിത്തൗട്ട് പ്രോപ്പർ കൺട്രോൾ ദ മാനേജർ കനോട്ട് കംപ്ലീറ്റ് ഹിസ് വർക്ക്. കൃത്യമായ കൺട്രോളിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ത്രൂ കൺട്രോൾ ദ മാനേജർ എൻഷുവേഴ്സ് ദാറ്റ് ദ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ യൂസ്ഡ് പ്രോപ്പർലി ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസ്, അത് മനുഷ്യരായാലും മെറ്റീരിയൽ ആയാലും മണി ആയാലും, ഇതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൺട്രോളിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ദ ഫസ്റ്റ് പോയിന്റ്, കൺട്രോളിങ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ദി ഒബ്ജക്റ്റീവ്സ്. Controlling assures that the results of the operations conform as closely as possible with the predetermined objectives. രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ അപ്പോഴേ പറഞ്ഞ കാര്യം, നമ്മൾ നേരത്തെ കൂട്ടി തീരുമാനിച്ച ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നേരത്തെ കൂട്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാനിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഫംഗ്ഷനാണ് കൺട്രോളിങ്. ദെൻ സെക്കൻഡ് വൺ, കൺട്രോൾ ഓവർ ഡൈവേഴ്സ് ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷൻ വളരും തോറും അല്ലെങ്കിൽ കൂടുതൽ അത് ലാർജർ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സ് വരികയൊക്കെ ചെയ്യുമ്പോൾ അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴായിരിക്കും അവിടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഭംഗിയായി നമ്മളൊരു കൺട്രോൾ സിസ്റ്റം കൊണ്ടുവേണ്ടി വരിക. സോ ഫസ്റ്റ് and the second sentence mark here. When an organization expands, it becomes more and more complex and different departments are created. ഒരു ഓർഗനൈസേഷൻ വളരും തോറും ഡിപ്പാർട്ട്മെന്റ്സിന്റെ എണ്ണം കൂടും. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ നോക്കാനും മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് ഇവരെല്ലാം നോക്കുന്നത് ഒരു വലിയൊരു ഹ്യൂജ് ഫംഗ്ഷനായിട്ട് മാറും. അപ്പോൾ അത്രത്തോളം ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് പല തരത്തിലുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യേണ്ടി വരിക. Then the third point is controlling helps in decision making. ഒരു മാനേജർ should have the ability to identify and solve problems. Second sentence തൊട്ട് മാർക്ക് ചെയ്യുക. The importance of timely managerial decision. വളരെ കൃത്യസമയത്ത് ഒരു മാനേജർ എടുക്കുന്ന ഡിസിഷനും ആക്ഷനും ഇസ് വെൽ റെക്കഗ്നൈസ്ഡ്. എന്ന് വെച്ചാൽ കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കാനോ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു മാനേജറിന്റെ ഉത്തരവാദിത്വം. സോ കൺട്രോളിങ് ഹെൽപ്സ് ദ മാനേജർ ടു ഐഡന്റിഫൈ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിങ്കിങ് ആൻഡ് ഡൂയിങ് ഫങ്ഷൻ. നമ്മൾ ആലോചിക്കുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ നമുക്ക് കൺട്രോളിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. Then fourth point speaks that controlling helps in maintaining and improving quality. നമുക്ക് റിസോഴ്സസ് നല്ല രീതിയിൽ ഉപയോഗിച്ച് കോസ്റ്റ് കുറച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ എൻഷുർ ദാറ്റ് ദ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, നമ്മൾ കൊടുക്കുന്ന ഫിനിഷ്ഡ് പ്രോഡക്ട്സിനും ക്വാളിറ്റി ഉണ്ട് എന്ന് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. കൺട്രോളിങ് ഹെൽപ്സ് ഇൻ ഇഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് thereby minimizing cost. Thus, by effective controlling, we can maintain the quality of finished product. ആദ്യത്തെ സെന്റൻസും അവസാനത്തെ സെന്റൻസും ഇമ്പോർട്ടൻ്റ്. Then fifth point, controlling helps in improving the morale of employees. കൺട്രോളിങ് ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ. ഒരു സ്ഥാപനത്തിനകത്ത് ഓർഡറും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് അറിയാം അവരെന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വാട്ട് ദേ ആർ സപ്പോസ് ടു പെർഫോം. സോ ദിസ് മേക്സ് ദ എംപ്ലോയീസ് ടു ഡു വർക്ക് മോർ എഫിഷ്യൻ്റ്ലി. അപ്പം അതുകൊണ്ട് നേരത്തെ കൂട്ടി അവർക്ക് അറിയാം അവരെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന്. സോ അതിനനുസരിച്ച് അവർ പെർഫോം ചെയ്യുകയും അവർ ചെയ്യുന്ന ജോലിയിലോട്ട് അവർക്കൊരു പോസിറ്റീവ് അപ്രോച്ച് വരും.
അതിനെയാണ് നമ്മൾ മൊറൈൽ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതായത് ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ സ്ഥാപനമായിട്ട് ഒരു ആത്മബന്ധം കൂടും എംപ്ലോയീസിന്. നെക്സ്റ്റ് ഇസ് കൺട്രോളിംഗ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് കോർഡിനേഷൻ. Controlling helps in keeping all activities and efforts directed towards the achievement of goals in accordance with the plan and program. അതായത് നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്ലാനും പ്രോഗ്രാമും പ്രകാരം ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കൺട്രോളിംഗ് ഫംഗ്ഷനിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്യുക. Here, every department, unit of activity and individuals are governed by standard of performance. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു അംബർല മേക്കിംഗ് യൂണിറ്റ് ആണെങ്കിൽ ഒരു ദിവസം എത്ര അംബർലാസ് ആണ് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത് എന്നൊരു ടാർഗറ്റ് കീപ്പ് ചെയ്യും. അതിൻ്റെ ബേസിസിലായിരിക്കും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ ഹാവിങ് എ സ്റ്റാൻഡേർഡ്. അപ്പം ആ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ഇങ്ങനെ ടാർഗറ്റ് വെക്കുന്നതിലൂടെ ഉള്ളൊരു ഗുണം അവരെത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് വർക്കേഴ്സ് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബെറ്റർ പ്ലാനിങ്. വെരി ഇമ്പോർട്ടൻറ്റ്. കൺട്രോളിങ് ആൻഡ് പ്ലാനിങ് ആർ നോൺ ആസ് ദ ട്വിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ട്വിൻസ് എന്നറിയപ്പെടുന്ന മാനേജ്മെന്റ് ഫങ്ഷൻ, പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഈ 5 ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇതിൽ ട്വിൻസ് എന്നറിയപ്പെടുന്ന 2 ഫങ്ഷൻസ് ആണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും. ഫസ്റ്റ് സെന്റൻസ്, ദി കൺട്രോളിങ് ആൻഡ് പ്ലാനിങ് ആർ ഇമ്പോർട്ടൻറ്റ് മാനേജറിയൽ ഫങ്ഷൻ വിച്ച് ആർ വെരി ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ്. പരസ്പരം ബന്ധപ്പെട്ട് ഇരിക്കുന്ന 2 ഫങ്ഷൻസ് ആണ്. സോ കൺട്രോളിങ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ബൈ ഐഡന്റിഫൈങ് ദി എറേഴ്സ്. കൺട്രോളിങ് എങ്ങനെയാണ് പ്ലാനിങ്ങിനെ സഹായിക്കുന്നത്? നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും പ്രോബ്ലംസും എല്ലാം മനസ്സിലാക്കി തരും കൺട്രോളിങ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ അടുത്ത പ്രാവശ്യം കൃത്യമായി പ്ലാൻ ചെയ്യും. ആസ് വെൽ ആസ് കൺട്രോളിങ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ഇൻ ഫ്യൂച്ചർ ചെയ്യുമ്പോൾ എന്തൊക്കെ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കണം എന്ന് കൺട്രോളിങ് മനസ്സിലാക്കി തരും. ഇഫ് പ്ലാനിങ് ഇസ് ഫോർവേഡ് ലുക്കിംഗ്, then controlling is looking back. Then the next point, controlling helps in minimizing errors. അപ്പോൾ എറേഴ്സ് ചിലപ്പോൾ ഫിനാൻഷ്യലി ഒന്നും ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എറേഴ്സ് മേ നോട്ട് സീരിയസ്ലി അഫക്ട് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓർ മാർക്കറ്റിംഗ് പ്ലാൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. വലുതായിട്ട് ഓർഗനൈസേഷനെ ഈ രീതിയിലൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഇഫ് ദേ ബിക്കം റെപ്പറ്റീവ് ഇൻ നേച്ചർ, സ്ഥിരമായ തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടാൽ that will create a very big impact or serious impact in the working of an organization. അതുകൊണ്ട് തന്നെ ഒരു ഇഫക്റ്റീവ് കൺട്രോള് ഉണ്ടെങ്കിൽ നമുക്ക് ഈ തെറ്റുകൾ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് കൺട്രോളിങ്ങിന് ഒരു ഓർഗനൈസേഷനിലുള്ള ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ഇസ് what is the purpose or objectives of controlling. The first purpose അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എത്രത്തോളം വർക്ക് പ്രോഗ്രസ് ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ ചെയ്യുക, ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം പ്ലാൻ ഓക്കെ ആയി അപ്രൂവലൊക്കെ വാങ്ങിച്ച് വേണ്ട പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ആ സ്ഥലത്തേക്ക് വേണ്ട മെറ്റീരിയൽ, മണ്ണും ഇഷ്ടിക അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാർ, അപ്പോൾ സ്റ്റാഫിങ് ആയി, പ്ലാനിങ് ആയി, ഓർഗനൈസിങ് ആയി, സ്റ്റാഫിങ് ആയി, കൃത്യമായി ആൾക്കാർ വർക്ക് നടക്കുന്നുണ്ടോ നോക്കുക, ഒരു സൂപ്പർവൈസറിനെയും സൈറ്റിൽ നിയമിച്ച്. അത് കഴിഞ്ഞ് കൺട്രോളിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനി അവർ ഇത്ര മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇത്ര ശതമാനം കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇത് നടക്കുന്നുണ്ടോ എന്നാണ് ഈ കൺട്രോളിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, പല പല ലെവൽസിൽ അല്ലെങ്കിൽ പല പല സ്റ്റേജസിൽ നമ്മൾ നടത്തിയ വർക്കിനെ പെർഫോം ചെയ്യാൻ അത് സഹായിക്കുന്നു. ദ തേർഡ് വൺ, എന്തുകൊണ്ടാണ് നമ്മളൊരു വർക്ക് പെർഫോം ചെയ്യുന്നതിൽ ഡിലേ ഉണ്ടാകുന്നത്. ദെൻ അങ്ങനെ ഡിലേ ഉണ്ടാവുന്നെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി ആ കാരണങ്ങൾ അല്ലെങ്കിൽ ആ കോസസിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്. കോസ്റ്റ്
കുറയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിപ്ലിനും മുറയിലും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ കൺട്രോളിങ് ഹെൽപ്സ് അസ്. നെക്സ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞപ്പോഴും പറഞ്ഞു, അതേ കാര്യം തന്നെ ഇവിടെയും പറയുന്നു. പ്രോസസ് ഓഫ് കൺട്രോളിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 4 സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് എന്ന് പറയുന്ന ഫങ്ഷൻ വളരെയധികം കൃത്യമായി ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെരി സിസ്റ്റമാറ്റിക്. അപ്പോൾ ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അപ്പോഴേ പറഞ്ഞ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. The first step is setting up of standard performance which would become the yardstick. യാഡ്സ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് നമ്മുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്ത് നോക്കുന്നത് ഈ സ്റ്റാൻഡേർഡുമായിട്ടായിരിക്കും. സോ ഇറ്റ് ഈസ് therefore necessary that the standards are set in clear and measurable terms. വളരെ കൃത്യമായിട്ടും വളരെ മെഷറബിൾ ആയുമുള്ള രീതിയിൽ വേണം നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാൻ. സേ ഫോർ എക്സാമ്പിൾ, അതിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു സ്ഥാപനം ഡിസൈഡ് ചെയ്യുന്ന അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1000 യൂണിറ്റ് ഒരു മാസം, അങ്ങനെയാണെങ്കിൽ 5 രൂപ പെർ യൂണിറ്റിൽ കിട്ടും. എന്തിനാ ഈ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് 950 യൂണിറ്റ്സ് സെല് ചെയ്യണം. അപ്പം 950 സെല് ചെയ്യണമെങ്കിൽ അതിനേക്കാൾ കുറച്ചെങ്കിലും കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം 1000 യൂണിറ്റ്സ് നമ്മൾ 5 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ 950 യൂണിറ്റ്സ് 6 രൂപയ്ക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട് വി ആർ ഡൂയിങ്, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫിക്സ് ചെയ്ത ടാർഗറ്റുമായിട്ട് നോക്കുക. ഒരു മാസത്തേക്ക് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്ത്, അപ്പോൾ ഒരു മാസത്തിന്റെ എൻഡിൽ നമ്മൾ നോക്കുക വെദർ വി ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് 1000 യൂണിറ്റ്സ്, 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയോ, അല്ലെങ്കിൽ 950 യൂണിറ്റ്സ് സെല് ചെയ്യാൻ പറ്റിയോ. ഇങ്ങനെ മെഷർ ചെയ്യുന്ന രീതിയാണ് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. ആദ്യം മെഷർ ചെയ്യുക എത്ര യൂണിറ്റ് ചെയ്തു എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ മെഷർ ചെയ്ത പെർഫോമൻസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ദ സെക്കൻഡ് മേജർ സ്റ്റെപ്പ് ഇൻ ദ കൺട്രോൾ പ്രോസസ് ഈസ് മെഷർമെന്റ് ഓഫ് അച്ചീവ്ഡ് പെർഫോമൻസ്. ചിലപ്പോൾ നമ്മൾ 800 യൂണിറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്തത്, 750 യൂണിറ്റ്സ് ആയിരിക്കും സെല് ചെയ്തത്. അപ്പം ശരിക്കും നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്ന് മെഷർ ചെയ്യുന്ന അതാണ് സെക്കൻഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. പക്ഷേ ഈ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത യൂണിറ്റ്സിലാണെങ്കിൽ നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതും യൂണിറ്റ്സിലായിരിക്കണം. സോ മെഷർമെന്റ് ഇസ് മോസ്റ്റ് യൂസ്ഫുൾ ഇഫ് ആക്ച്വൽ പെർഫോമൻസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ സെയിം യൂണിറ്റ്. അത് വളരെയധികം ശ്രദ്ധിക്കുക. സോ ദ പ്രൊഡക്ഷൻ പെർഫോമൻസ് ക്യാൻ ബി മെഷേർഡ് ഓൺ ദ ബേസ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. ക്വാളിറ്റിയുടെ ബേസിസിലും ക്വാണ്ടിറ്റിയുടെ ബേസിസിലും നമുക്ക് പെർഫോമൻസ്, പ്രൊഡക്ഷൻ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. തേർഡ് വൺ, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി സ്റ്റാൻഡേർഡ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ച സ്റ്റാൻഡേർഡിനെ ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. So at this stage the extent of the deviation and the causes are determined. എത്രത്തോളം ഡീവിയേഷൻ ഉണ്ടായിട്ടുണ്ട്, അത് എന്ത് റീസൺ കൊണ്ടാണ് അങ്ങനെ ഒരു ഡീവിയേഷൻ വന്നതെന്ന് നോക്കും. സോ ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ സെന്റൻസും മൂന്നാമത്തെ സെന്റൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഡീവിയേഷൻ മീൻസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചതും നമ്മൾ ആക്ച്വലി പെർഫോം ചെയ്യുന്നതും നമ്മളുടെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് വിളിക്കുക. ഈ ഡീവിയേഷൻ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ സെല് ചെയ്യാനോ പറ്റിയാൽ, ആ എക്സാമ്പിളിൽ പറഞ്ഞതിനേക്കാൾ പ്രൊഡ്യൂസ് ചെയ്യാനോ സെല് ചെയ്യാനോ പറ്റിയാൽ അത് പോസിറ്റീവാണ്. പക്ഷെ നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിനേക്കാൾ, അല്ലെങ്കിൽ ആ എക്സാമ്പിളിൽ പറഞ്ഞതിനേക്കാൾ നമ്മൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ പെർഫോമൻസ് കുറഞ്ഞു പോയെങ്കിൽ അത് നെഗറ്റീവ് ഡീവിയേഷനാണ്. അപ്പോൾ ചെറിയ ചെറിയ ഡീവിയേഷനൊന്നും വലിയൊരു പ്രശ്നമല്ല. പക്ഷെ വലിയൊരു ഡീവിയേഷൻ വന്നാൽ, അതും നെഗറ്റീവ് ഡീവിയേഷൻ വന്നാൽ, അത് നമ്മൾ വളരെയധികം കൃത്യമായി മനസ്സിലാക്കുകയും അതിന് കറക്റ്റീവ് ആക്ഷൻ എടുക്കുകയും വേണം. അതാണ് നാലാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ഡിറ്റക്ടിങ് ദി എറർ, തെറ്റെന്താണെന്ന് മനസ്സിലാക്കി, വി ഹാവ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ഓർ റെമഡിയൽ മെഷേഴ്സ്. സോ കറക്റ്റീവ് ആക്ഷൻസ് ആർ ദെയർഫോർ ഇനിഷ്യേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫാക്ടർ കോസിങ് ഡീവിയേഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ശരിക്കും നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മളൊരു വ്യത്യാസം വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വേണം നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനായിട്ട്.
നെക്സ്റ്റ് ഇസ് ടെക്നിക്സ് ഓഫ് കൺട്രോളിങ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്യുക. ടെക്നിക്സ് ഓഫ് മാനേജറിയൽ കൺട്രോൾസ് ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ആൻഡ് വേ ഓഫ് അനലൈസിങ് ആൻഡ് പ്രസന്റിങ് ഡേറ്റ ഫോർ ദ പേർപ്പസ് ഓഫ് കൺട്രോളിങ് കോസ്റ്റ്. ചിലപ്പോൾ കോസ്റ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ മാനേജ്മെന്റിന് കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കാനോ ഒക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. ബേസിക്കലി രണ്ട് രീതിയിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് ട്രഡീഷണൽ ടെക്നിക്, പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും, പിന്നെ ഇപ്പോൾ വളരെ റീസെൻ്റ്ലി വന്നിട്ടുള്ള മോഡേൺ ടെക്നിക്സ്. ട്രഡീഷണൽ ടെക്നിക്സിൽ ആദ്യം പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻ. നമ്മൾ സ്ഥിരമായി എന്താണ് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റിനെ കൃത്യമായി അയാൾ എന്തൊക്കെ ചെയ്യുന്നു, രാവിലെ വന്ന് വെറുതെ സമയം കളയുന്നുണ്ടോ, ബ്രേക്ക് ടൈമിലൊക്കെ എന്താണ് ചെയ്യുന്നത്, ഒരുപാട് ബ്രേക്ക് ടൈം എടുക്കുന്നു, ഇങ്ങനെയൊക്കെ നോക്കുന്നതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. ഓരോ വ്യക്തിയും ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ കൃത്യമായി റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്ന രീതി. മൂന്നാമത്തത് ബ്രേക്ക് ഈവൻ അനാലിസിസ്. നാലാമത്തത് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. പിന്നെ മോഡേൺ ടെക്നിക്സിൽ വരുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എത്ര റിട്ടേൺ കിട്ടി, റേഷ്യോ അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റ് എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. ദെൻ പേർട്ട് എന്ന് വെച്ചാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ദെൻ CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ടെക്നിക്. ദെൻ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ദാറ്റ് ഇസ് MIS. ഇപ്പം നമ്മുടെ കോളേജിലുള്ള ക്യാമ്പസ് ജീനി പോലെ ഒരു ടീച്ചർ എൻട്രി ചെയ്യുന്ന ഡേറ്റ HODക്ക് കാണാം, പ്രിൻസിപ്പൽക്ക് കാണാം, കുട്ടികൾക്ക് കാണാം, പാരൻസിന് കാണാം. എന്ന് വെച്ചാൽ ഒരേ ഇൻഫർമേഷൻ തന്നെ പല ലെവലിൽ അല്ലെങ്കിൽ പല വ്യക്തികൾക്ക് ഒരേപോലെ കിട്ടുന്നതിനെയാണ് നമ്മൾ MIS എന്ന് പറയുന്ന മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. പല പല ലെവൽസിലായിട്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ വിവരം എല്ലാവരിലേക്കും എത്തുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് മോഡേൺ രീതിയിൽ കൺട്രോളിങ് ഫങ്ഷൻ നടത്തുന്നത്. So today we have discussed some parts of the directing function, കുറച്ച് പാർട്ടും കൺട്രോളിങ്ങിനകത്തുള്ള കുറച്ച് ഭാഗങ്ങളും. കൺട്രോളിങ് പോർഷനകത്ത് ഇനി ടെക്നിക്സ് ഓഫ് കൺട്രോളിങ്, അതായത് ലാസ്റ്റ് കണ്ട ഈ ടെക്നിക്സ് ഓഫ് കൺട്രോളിങ് കൂടിയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്.